ആലപ്പുഴ ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള ചെങ്ങന്നൂരാണ്. ടീച്ചറുടെ അമ്മയ്ക്ക് പാലക്കാട് ജോലി കിട്ടിയ സമയത്താണ് ടീച്ചർ പാലക്കാട്ടുകാരിയാവുന്നത്. അന്ന് ടീച്ചർക്ക് 8 വയസ്സാണ്. 3ാം ക്ലാസ്സിൽ ടീച്ചർ പഠിക്കുന്നു. ടീച്ചറുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചറുടെ പ്രീ ഡിഗ്രി ചിറ്റൂർ കോളേജിലും ഡിഗ്രി മെയിൻ BSc സുവോളജിയാണ് NSS കോളേജ് പന്തളത്താണ് ടീച്ചർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം B.Ed എറണാകുളമായിരുന്നു. ജന്മസിദ്ധമായ താല്പര്യം ടീച്ചർക്ക് പാട്ടിനോടായിരുന്നു. ഗായിക ആവാൻ കൊതിച്ച് അധ്യാപികയായ പ്രീത ടീച്ചറെയാണ് നമുക്ക് കന്യകമ്മൻ സ്കൂളിന് ഒരു സ്വത്തായിട്ട് ലഭിച്ചിരിക്കുന്നത്. ടീച്ചറുടെ ഭർത്താവ് വിനോദ് കൃഷ്ണൻ ITI എംപ്ലോയി ആയിരുന്നു. 2021 VRS എടുത്തു. ടീച്ചർക്ക് ഒരു മകൻ അരുൺ കൃഷ്ണൻ ജർമ്മനിയിൽ ഫ്രേ യൂണിവേഴ്സിറ്റിയിൽ പോളിമർ കെമിസ്ട്രിയിൽ PhD ചെയ്യുന്നു. മരുമകൾ ശ്രേയ ജേർണലിസം കഴിഞ്ഞിരിക്കുന്നു. മരുമകളുടെ കുടുംബം ബോംബെയിൽ സെറ്റിൽഡാണ്. നമ്മുടെ സ്കൂളിൽ പ്രീത ടീച്ചർ ജോയിൻ ചെയ്യുന്നത് 1999 നീണ്ട 27 വർഷം അധ്യാപന ജോലിയെ ഒരു ദൗത്യമായി ഏറ്റെടുത്ത് സേവനം അനുഷ്ഠിച്ച പ്രീത ടീച്ചർ അനേകം തലമുറകളെ വിജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിച്ച മഹത്തായ അധ്യാപക വ്യക്തിത്വമാണ്. കൃത്യമായ അധ്യാപന ശൈലി സ്വീകരിച്ചിട്ടുള്ള ടീച്ചർ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്ത് ജീവിത മൂല്യങ്ങളും ശീലങ്ങളും അനുഭവ പാഠങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. ഓരോ സ്കൂൾ പരിപാടികളിലും ടീച്ചറുടെ പ്രഭാഷണ മികവും ആധ്യാത്മിക ചിന്തകളും സ്കൂളിനായിട്ട് പകർന്നു നൽകിയിരുന്നു. ആത്മാർത്ഥതയും കൃത്യനിർവഹണവും കടുകിട വ്യതിചലിക്കാതെ തൻ്റെ ജോലിക്ക് വേണ്ടി അർപ്പിച്ച പ്രീത ടീച്ചറുടെ സ്വതസിദ്ധമായ സംസാര ശൈലിയും ഉറച്ച തീരുമാനമെടുക്കുവാനുള്ള കഴിവും എന്നും സ്കൂളിൻ്റെ പുസ്തക താളുകളും ഓർക്കുകയും അതൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നു എന്നൊരു സത്യവും ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഇനിയും ടീച്ചറെ കുറിച്ച് പറയുവാൻ വാക്കുകൾ ഏറെയുണ്ട്. തൽക്കാലം ഞാൻ നിർത്തട്ടെ. പ്രീത ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പ്രീതിയെ ആദരിക്കുന്നതിനായി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ വിനോദ് സാറെ സാദരം ക്ഷണിക്കുന്നു. ഫോട്ടോ എടുക്കടാ. ബാലൻ അവരുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഫ്രിഡ്ജിനെ വിനോദ് സർ സ്റ്റേജ്
കോപ്പി ഇട്ടേ. മറുപടി പ്രസംഗത്തിനായി പ്രീത ടീച്ചറെ സാദരം. ഇന്നിവിടെ നടന്ന ചടങ്ങുകൾ രാവിലെ നമ്മുടെ വജ്ര ജൂബിലിയുടെ ഉദ്ഘാടന സെക്ഷനും തുടർന്ന് ഇപ്പോൾ നടക്കുന്ന കലാപരിപാടികളും വളരെ ഗംഭീരമായിട്ട് നടക്കുകയായി. രാവിലത്തെ ചടങ്ങുകൾ വളരെ ഭംഗിയായി നടന്നു. വൈകുന്നേരവും അത് ഭംഗിയായി തന്നെ നടക്കും എന്നുറപ്പാണ്. ഈ ഒരു സന്ദർഭത്തിൽ യാത്രയയപ്പ് കൂടി ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നു. മെയ്യിലാണ് റിട്ടയർമെൻറ്റിൻ്റെ ദിവസമെങ്കിലും നമ്മുടെ അക്കാഡമിക് വർഷം മാർച്ചിൽ അവസാനിക്കുന്നതാണ്. നാളെ മുതൽക്ക് നമ്മൾക്ക് മുഴുവനും ഇനി എക്സാമുകളുടെ ദിവസങ്ങളാണ്. അതുകൊണ്ട് അതിനായി ഒരു ദിവസം ഇതിലും നല്ലൊരു ദിവസം നമുക്കിനി ലഭ്യമാകാനില്ല എന്നതുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. മാത്രമല്ല നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് എത്തിച്ചേരാൻ സൗകര്യപൂർവ്വമുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം വാക്കുകൾ വികാരങ്ങൾക്ക് അതീതമാണ്. വാക്കുകൾ കൊണ്ട് വികാരങ്ങൾ മുഴുവൻ വരച്ചു തീർക്കാൻ കഴിയില്ല എന്നത് ഒരു സത്യമാണ്. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ മൗനത്തെ അവലംബിക്കാനും വാരിപ്പുണരാനുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിശബ്ദമായിരുന്ന വികാരങ്ങളെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, നോക്കിക്കാണുക എന്നതാണ് സാധാരണയായിട്ടുള്ള ഒരു ശീലം. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ വാക്കുകൾ എത്രമാത്രം വരുമെന്നോ അത് വികാരങ്ങളെ എത്രമാത്രം ഉൾക്കൊള്ളുമെന്നോ ഉള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ സ്കൂൾ അങ്കണം എൻ്റെ ഹൃദയം തന്നെയാണ്. ജീവിതം എന്തെന്നറിയാതെയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നത്. ഒരു ചെറിയ ന്യൂക്ലിയർ ഫാമിലി, അച്ഛൻ, അമ്മ, സഹോദരൻ മാത്രം അടങ്ങുന്ന ഒരു ഫാമിലിയിൽ ഏകദേശം 25 വർഷം. അത് കഴിഞ്ഞ് വിവാഹ ജീവിതം. അവിടെ ചെല്ലുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു വലിയ ഫാമിലിയെ ഞാൻ കാണുന്നത്, ഫാമിലി മെമ്പേഴ്സിനെ കാണുന്നത്. അവിടെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമില്ലാത്ത ഒരു കുടുംബമായിരിക്കെങ്കിലും പ്രകൃതിയെ കീറി മുറിച്ച് പഠിച്ച ശാസ്ത്രം പറയുന്നത് ഒന്നും ആകസ്മികമല്ല എന്നാണ്. ആകസ്മികമാണെങ്കിൽ അതിനെയും, അല്ലെങ്കിൽ ഇതിനായി നിയോഗിക്കപ്പെട്ട, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന, എന്നിൽ അന്തർലീനമായിരിക്കുന്ന, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ലയിച്ചു കിടക്കുന്ന ആ കാരണങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുന്നു. അതിന് കാരണമായത് എന്തു തന്നെയാണെങ്കിലും ആ കാരണത്തെ ഞാൻ മനസ്സാ നമിക്കുന്നു. ഈ സ്കൂളിൽ വന്ന ദിവസം ഓർക്കുകയാണ്. ആ ദിവസം ഓർത്തുകൊണ്ട് പറയട്ടെ, എന്നെ ഇവിടെ ഒരു അധ്യാപികയായി തിരഞ്ഞെടുത്ത അന്നത്തെ മാനേജറും അതുപോലെ കമ്മിറ്റി അംഗങ്ങളും എനിക്ക് നൽകിയ ഈ സുവർണ അവസരത്തെ ഏറ്റവും വലിയ കൃതാർത്ഥത. ഇന്നിവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തം, അവരിൽ ഓരോരുത്തരെയും ഞാൻ ഓർക്കുകയാണ്. അവർ തന്ന ആ ഒരു സ്നേഹോഷ്മളതയ്ക്ക് പകരം പറയാൻ എനിക്ക് വാക്കുകളില്ല. നന്ദി. പിന്നെ എൻ്റെ സഹോദരൻ കണ്ടു, അത് വീക്ഷിച്ച്, അത് പഠിച്ചു, അതുപോലെ ആയി തീരണമെന്ന് ആഗ്രഹിച്ചു, ശ്രമിച്ചു. അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളും മനസ്സ് എത്രത്തോളം വിശാലമാക്കാമോ അത്രയും വിശാലമാക്കിക്കൊണ്ട് ഈ സ്കൂളിനെ സ്വന്തമാക്കുന്ന കുറേ അധ്യാപകരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയും. അവർ ഓരോരുത്തരിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പാഠങ്ങൾ പറയാൻ കഴിയാത്തത്ര വലുതാണ്. ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടെങ്കിലും, എന്നിൽ എന്ത് നന്മ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ചതാണെന്ന് ആദരപൂർവ്വം, നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. അതുപോലെ ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു വിദ്യാഭ്യാസ യോഗ്യത വേണം. അതെനിക്ക് തന്നെ അനുഗ്രഹിച്ച എൻ്റെ രക്ഷിതാക്കളെ ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇനി ചെയ്തു പോയ നന്മകളുടേതോ അതോ അറിയാതെ എന്നിൽ വന്നുകൂടിയതോ എന്താണെന്നറിയില്ല. അഹങ്കാരമൊട്ടുമില്ലാതെ പറയട്ടെ, ഈ കാലം അത്രയും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതെനിക്ക് വലിയൊരു ചാരിതാർത്ഥ്യമാണ്. എല്ലാ കാലവും അതുപോലെ ആയിരിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ എവിടെ നിന്നോ ഒരനുഗ്രഹം എപ്പോഴും ഒരു അദൃശ്യ ശക്തിയായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്
ഞാൻ ഒരു തികഞ്ഞ ഈശ്വര അന്വേഷിയാണ്. ആദ്യകാലങ്ങളിൽ ഈശ്വര വിശ്വാസമായിരുന്നത് പിന്നീട് അതെന്താണെന്ന് അറിയാനുള്ള അന്വേഷണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എന്താണോ ഈശ്വരൻ നമ്മളോട് ജീവിക്കാൻ ഏത് രീതിയിലാണോ പറഞ്ഞിരിക്കുന്നത് അതിനുള്ളൊരു ശ്രമം എന്നും എന്നിൽ നിന്ന് അറിയാതെ ഉണ്ടായിക്കൊണ്ടിരുന്നു. She was awarded PhD from Avinash Nagar Institute for Home Science and Higher Education for Women, Coimbatore. She was enrolled in January 2019, completed doctorate after public viva examination on October 2025, published different articles, presented various national and international conferences, attended doctoral committee meetings and submitted 12 progress reports. Congratulations, Govida teacher, upon your great achievements. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഗോപിക ടീച്ചറെ ക്ഷണിക്കുന്നു. Principal sir, headmistress, dear teaching and non-teaching staff, my dear students, parents and all others, a very good evening to all. Thank you all for your kind-hearted congratulations on my PhD achievement. Your encouragement, support, good wishes mean a great deal to me. This milestone would not have been possible without the constant motivation from my colleagues, students, management committee, PTA members, well-wishers. In this moment, I am truly grateful. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആ എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ കരിയർ നേടുന്നത്. അപ്പം അങ്ങനെ ഒരു കരിയർ നേടിയതിന് ശേഷമാണ്, അതായത് ഹയർ സെക്കൻഡറിയിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ PhD എൻറോൾ ചെയ്തത്. 2019 ജനുവരിയിലാണ് എൻറോൾ ചെയ്തത്. അതിനുശേഷം കോവിഡ് ഡേയ്സ് ആയിരുന്നു. അതിനുശേഷം 2025 ഒക്ടോബർ 29 PhD എനിക്ക് അവാർഡ് ചെയ്തത്. അപ്പോൾ ഈ അവാർഡ് ചെയ്തതിന് ശേഷം 2 ദിവസം ഞാൻ ലീവായിരുന്നു. അതിനുശേഷം സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സ്, മെയിനായിട്ട് രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ തോതിലൊരു സ്വീകരണമായിരുന്നു എനിക്ക് തന്നത്. സാർ മറ്റുള്ള ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ പ്രിൻസിപ്പൾ ആയപ്പോൾ എങ്ങനെയാണോ എന്നെ സ്വീകരിച്ചത് അതേപോലെ നിങ്ങൾ ഗോപിക ടീച്ചറെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അത് വലിയ എന്താ പറയുക, അങ്ങനെ വാക്കുകൾ കേട്ടപ്പോൾ അത്രയും അതിന് എനിക്ക് പ്രാധാന്യം തന്നുകൊണ്ട് എനിക്ക് വളരെ കൃതജ്ഞനായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു PhD അത്യാവശ്യമല്ല. പക്ഷേ എനിക്കൊരു പാഷൻ ആയിട്ടാണ് ഞാൻ ചേർന്നത്. അപ്പോൾ ഈ പാഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ജോലി സ്ഥലത്തുള്ള ആൾക്കാരും അതുപോലെ മാനേജ്മെൻറ്റ്, മുൻ മാനേജറായും കൈകാര്യം സർ, പിന്നെ അതിനുശേഷമാണ് നടൻ സർ വന്നത്, വളരെ മോട്ടിവേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി, പ്രത്യേകിച്ച് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ഓൺ ഫാമിലി ആൻഡ് മൈ ഹസ്ബൻഡ്സ് ഫാമിലി വളരെയധികം മോറൽ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് PTA നിന്ന് വാങ്ങാൻ സാധിച്ചത്. വെരി ഗ്രേറ്റ്ഫുൾ സർ. പിന്നത്തെ ഈ 60th ആനിവേഴ്സറി അതുപോലെ തന്നെ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൽ വളരെ വലിയ തോതിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി ഇങ്ങനൊരു ഭദ്രാസനം സ്പന്ദന പി ആണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. അടുത്തത് ഭദ്രാസനം. വിജിത് ആർ. വിജിത് ആർ. ഹൈസ്കൂൾ വിഭാഗം വർക്കിംഗ് മോഡലിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് വിജിത് ആർ. അശ്വിൻ കൃഷ്ണ UK. അശ്വിൻ കൃഷ്ണ UK ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്രമേളയിൽ ഗെയിംസിൽ സംസ്ഥാന ലെവലിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയാണ് അശ്വിൻ കൃഷ്ണ. അവാർഡ് നൽകുന്നതിനായി പ്രീത ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
നൽകുന്നത് അണ്ടർ 16 പങ്കെടുത്ത അബു ഫാഹിമിൻ എം, അണ്ടർ 14 പങ്കെടുത്ത ഫാദിയ ഫാത്തിമ എം എന്നീ വിദ്യാർത്ഥികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അബു ഫാഹിമിൻ എം, ഫാദിയ ഫാത്തിമ എം. ഫുട്ബോൾ ഇനത്തിൽ പങ്കെടുത്ത ദിവ്യ ഹാൻഡ്ബോൾ ഇനത്തിൽ പങ്കെടുത്ത നയന എസ്. ബാറ്ററിയൊക്കെ അടിച്ചു. ജില്ലാ യുവജനോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ എ ഗ്രേഡ് ലഭിച്ച കരസ്ഥമാക്കിയ ശ്രീഹരി PA അവാർഡ് വാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. ഇയാളുടെ എടുക്കണം. ഭരതനാട്യം കുച്ചിപ്പുടി ഇനത്തിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ലെവലിൽ പങ്കെടുക്കാനിരിക്കുകയാണ് ശ്രീഹരി. അടുത്തത് തായ്ക്കൊണ്ടോ ഇനത്തിൽ പങ്കെടുത്ത ശ്യാം എസ്. സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. ഹാൻഡ്ബോൾ ഇനത്തിൽ പങ്കെടുത്ത അഞ്ജന എം. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട HM നിഷ ടീച്ചറെ ക്ഷണിക്കുന്നു. അഞ്ജന എം. ക്രിക്കറ്റിൽ പങ്കെടുത്ത അതുൽ കൃഷ്ണ എസ്. ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡലിൽ പങ്കെടുത്ത കാർത്തിക എസ് ആൻഡ് കാർത്തിക കെ. താങ്ക് യു ടീച്ചർ. അടുത്ത അവാർഡ് നൽകുന്നതിനായി രാജേഷ് സാറിനെ വിളിക്കുന്നു. ബഹുമാന പുരസ്സരം രാജേഷ് സാറിനെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. അവാർഡ് വാങ്ങുന്നതിനായി ഇതിൽ കൃഷ്ണ എസ്, അക്ഷയ് ബി, അദ്വൈത് കൃഷ്ണ കെ എന്നീ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നൽകുന്ന അവാർഡാണ്. അവാർഡ് വാങ്ങിക്കുന്നതിനായി വിതുൽ കൃഷ്ണ എസ്, അക്ഷയ് ബി, അദ്വൈത് കൃഷ്ണ എന്നീ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.